ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വണ്ടി ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ട് രാത്രി പുറത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട് 1 കിലോമീറ്ററേ ഉള്ളേ. ഒരു 11 മണി സമയമായി. അവിടെ കുറേ ഓട്ടോക്കാർ അടപ്പുണ്ട്. 1 കിലോമീറ്റർ പോകാനായിട്ട് ഇവന്മാർ 250 രൂപ 300 രൂപയ്ക്കാണ് പറയുന്നത്. കുറേ വിളിച്ചു നോക്കി. ഞാൻ പിന്നെ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്ത് 100 രൂപ 80 രൂപ വന്നു. 80 രൂപ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പേ ഞാൻ ചോദിച്ച ഒരുത്തം തന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുപോയിട്ടു. 300 രൂപ പറഞ്ഞാൽ തന്നെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ അല്ല ഇവൻ ഒരു 100 രൂപ പറഞ്ഞാൽ നമ്മൾ 150 ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. പക്ഷെ ഒരു മയത്തിനൊക്കെ പറയണ്ടേ ഇല്ലേ? ഒരു മയത്തിന് ആരാണെങ്കിലും ഒരു മയത്തിന് പറഞ്ഞാൽ ഒരു 10 രൂപ കൂടുതൽ കൊടുക്കും ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ട്രിപ്പ് കിട്ടുമ്പോഴത്തേക്കിനും 145 എന്ന് പറഞ്ഞാൽ 145 തന്നെ കൃത്യം തരുന്നവരുണ്ടോ? ഉണ്ട്. 90% അങ്ങനെയാണോ? ആണല്ലേ? കറക്റ്റ് അമൗണ്ട് തരുള്ളൂ. ആണല്ലേ? ഞാൻ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് 149.96 ഒരു ലേഡി ആയിരുന്നു, യങ് ഗേൾ. ബട്ട് I won't blame her. She put that exact amount. മറ്റേ ഗൂഗിൾ പേ ചെയ്തു. അപ്പോൾ ഓക്കെ, വോട്ടിട്ടു. പക്ഷേ 4 പൈസ എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ട്. 1 രൂപക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. 1 രൂപക്ക് വേണ്ടി ഞാൻ സാറിന് 10 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സാർ 9 രൂപ തിരിച്ചു തന്നാൽ മതി. എൻ്റെ ഇല്ല ആ സാധനം. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും. നോർത്ത് ഇന്ത്യൻസ് അല്ലേ? മലയാളികളല്ല, നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഇങ്ങനത്തെ ഒരു യങ്സ്റ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഓൾഡ് ഏജ് പീപ്പിൾ they'll give exact money. ബട്ട് 5 രൂപ 10 രൂപ കൂടുതൽ വളരെ അപൂർവമാണ്. അങ്ങോട്ട് ടിപ്പ് കൊടുക്കേണ്ടി വരും കസ്റ്റമർക്ക്. ഒരു 5 രൂപ എക്സ്ട്രാ കൂടുതൽ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. ടിപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇല്ല. ടിപ്പ് ഓപ്ഷൻ കിട്ടാറുണ്ട്. ഒരാള് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെ എണ്ണി നോക്കാം. We can count up. ആണല്ലേ? We can remember those trips, you know. ആ സമയത്ത് സൊമാറ്റോയിൽ അങ്ങനെ ഉണ്ടായില്ല. ഡെയിലി എനിക്ക് 2 ടിപ്പ് ഉണ്ടായിരുന്നു 20 rupees. That's a forced trip. പക്ഷേ ഡെലിവറി ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഡെലിവറി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഡിഫോൾട്ട് ഒരു 20 രൂപ ടിപ്പ് 20 രൂപ നമുക്ക് കൊടുക്കാം. നമ്മൾ ഡെയിലി ചിലപ്പോൾ 2-3 തവണ ഓർഡർ ചെയ്യുമല്ലോ. 20 രൂപ ഫ്ലാറ്റ് ആക്കി. കൂടുതലും എനിക്ക് കിട്ടിയിരിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി അത്യാവശ്യമായിട്ടൊക്കെ പെട്ടെന്നായിരിക്കും ഊബർ വിളിക്കണത്. അവർ കയറി കഴിയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യണത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ സംസാരിക്കും. അതെ, നിങ്ങൾ സംസാരിച്ചോ, നിങ്ങളുടെ വണ്ടി. നമ്മളങ്ങനെയാണല്ലോ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം. നിങ്ങൾ സംസാരിച്ചു. ഇങ്ങനത്തെ കസ്റ്റമറാണെങ്കിൽ നമ്മൾ മാക്സിമം ബാക്കിയുള്ള എല്ലാവരെയും സാറെന്ന് വിളിക്കുമ്പോൾ ഒത്തിരിയും കൂടി റെസ്പെക്ട് ചെയ്തിട്ട് മിഡിൽ ക്ലാസ്സിന് അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ശരിക്കും അതിൽ ഒരു അഡിക്റ്റ് ആണ് ചെയ്യുന്നത്. അത് സാർ ജസ്റ്റ് ഒരു ദിവസം ഓടി നോക്ക്, ഊബർ അടിപൊളിയായിരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ വണ്ടിയില്ല ഓർമ്മ. ഇപ്പൊ ടാക്സ് എടുക്കാൻ പറ്റും. ഓട്ടം ഇല്ലാത്തത് കൊണ്ട് കുറെ പേര് വണ്ടി വിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് ടാക്സി വണ്ടി ഉണ്ടായിരുന്നെ ഉറപ്പായിട്ട് ട്രൈ ചെയ്തേ. ഒരു വീഡിയോ ഇട്ടേനെ. അടിപൊളിയാണ്. അങ്ങനെ എടുത്ത് ഓടിക്കാം അല്ലേ? ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി അല്ലേ? മനസ്സിലായി. അല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം, തമിഴ്നാട്ടിൽ ഇർഫാൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഓടിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളി വണ്ടി ഓടിച്ച് ട്രിപ്പ് എടുക്കാൻ പോകുമ്പോ പുള്ള ഫോളോവേഴ്സ് ആയിരുന്നു. അടിപൊളിയാണ്, സെറ്റാണ്. ശരിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ.